അപ്പോൾ ഒരു മാങ്ങച്ചാറെണ്ണ കണ്ടാൽ മാങ്ങ നന്നായി കഴുകി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഈ ഉലുവ എടുത്ത് അതിലിടുക. എന്നിട്ട് നന്നായി എടുത്ത് വറക്കുക. എന്നിട്ട് വറുത്ത് വെച്ച ഉലുവ എടുത്ത് വേറെ മാറ്റി വയ്ക്കുക. അമ്മയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് ഞാൻ കഴിക്കും. പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ഒഴിച്ചതിൽ തന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കണം. കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, പക്ഷെ കാര്യമില്ല. എന്നിട്ട് അത് നന്നായി ഇളക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അച്ചാർ പൊടി അതിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് അതിലിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ചിടുക. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പരാതി. അത് തന്നെ അമ്മനെയും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ അതിലേക്ക് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച ഉലുവ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊന്ന് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കറിവേപ്പില കഴുകിയിട്ട് അതിൽ മുകളിൽ ചേർത്ത് കൊടുക്കും. പിന്നെ അവസാനം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചാൽ മാങ്ങച്ചാർ റെഡി. അപ്പം ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. ബൈ.